മിസ്സാണ്. സോ ഇതാ ഇന്ന് മിസ് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. ദാ ഈ തന്നിട്ടുള്ള പദപ്രശ്നം നമ്മൾ പൂർത്തിയാക്കാൻ പോവാണ്. ഇവിടെ കുറേ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, വലത്തോട്ടും താഴോട്ടുമായിട്ട്. കൃത്യമായിട്ട് അത് വായിച്ച് ഈ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ പദപ്രശ്നം പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ മിസ്സിന്റെ കൂടെ മക്കളും എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും വായിച്ച് ഉത്തരം കണ്ടുപിടിക്കണം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഞാൻ മൂക്കുകൊണ്ട് വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്ന ജീവിയാണ്. ഒന്നാമത്തെ ചോദ്യമാണ്, വലത്തോട്ടാണ് അല്ലെ. അപ്പൊ നമ്മുടെ പദപ്രശ്നത്തിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ഇതാ നമുക്ക് എഴുതാം, നമ്മുടെ ആൻസർ ആനയാണ്. ഈ ചിത്രം കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷനും വേണ്ട അല്ലെ. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മഴമേഘങ്ങൾ കണ്ടാൽ ഞാൻ പീലി വിടർത്തി കളിയാടും അല്ലെ. ഒരു സൂചനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് ആരാണ്? രണ്ടാമത്തെ നമ്മുടെ സ്വന്തം മയിലാണ്. അതും വലത്തോട്ട് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടെയുണ്ട്: മരങ്ങൾ തോറും ചാടി നടക്കും, വാലിൽ തൂങ്ങി ഊഞ്ഞാലാടും. മൂന്നാമത്തത് വലത്തോട്ടേക്ക് നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ളതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാ മൂന്നാമത്തതിന്റെ തൊട്ടടുത്ത് ആളുടെ ചിത്രം ഇരിപ്പുണ്ട്. നമ്മളുടെ കുരങ്ങനാണ് ഉത്തരം എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ കുരങ്ങൻ ആൻസർ എഴുതാം. ഇനിയുള്ളത് മുഴുവൻ താഴോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഇതാ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്: ആളെ കണ്ടാൽ കൈയും തലയും കട്ടിത്തോടിനുള്ളിലേക്ക് വലിക്കും, ഞാൻ ആരാണെന്ന് പറയാമോ? ഒന്നാമത്തതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒന്നല്ലേ നമ്മൾ നേരത്തെ എഴുതിയത്? നേരത്തെ നമ്മൾ എഴുതിയത് വലത്തോട്ട് ഒന്നാമത്തതായിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്നത് താഴോട്ട് ഒന്നാമത്തതാണ്. താഴോട്ട് ഒന്ന് എന്ന് പറയുന്ന സമയത്ത് ദാ ഇവിടെ ഉത്തരം നമ്മൾ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. ഓൾറെഡി എന്തായിട്ടുണ്ട്? ആൻസർ അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ആമയാണ് അല്ലെ. അടുത്ത നിങ്ങൾ നോക്കിയോ, നാലാമത്തതാണ്: പുറത്ത് 3 വരയുണ്ട്, ചിൽ ചിൽ എന്ന് ചിലയ്ക്കും ഞാൻ അല്ലെ. പുറത്ത് 3 വരയുണ്ട്, ചിൽ ചിൽ എന്ന് സൗണ്ട് പുറത്തുവിടിക്കുന്ന ആൾ ആരാണ്? നമ്മുടെ നാലാമത്തത് എന്ന് പറയുമ്പോൾ 4ൽ നിന്ന് താഴേക്ക് നമ്മൾ എഴുതണം. നമ്മുടെ അണ്ണാനാണ് അല്ലെ. അപ്പൊ ഇവിടെ ഉത്തരം എഴുതാം, അണ്ണാൻ അല്ലെ. അപ്പൊ 2 ലെറ്റർ നമ്മൾ എഴുതിയാൽ മതി. ഒരെണ്ണം ഓൾറെഡി അവിടെ എന്തായിട്ടുണ്ട്? ഫില്ലായിട്ടുണ്ട്. അടുത്തത് അഞ്ചാമത്തതാണ്: കറുത്ത കമ്പിളി കുപ്പായക്കാരൻ, തേനാണ് എന്നോട് ഇഷ്ടാഹാരം അല്ലെ. കറുത്ത കുപ്പായമാണെന്നാ പറഞ്ഞിരിക്കുന്നത്, തേനാണ് ഇഷ്ടം. അപ്പൊ അഞ്ചാമത്തത് താഴേക്ക് നോക്കുക നിങ്ങൾ. നടുവിൽ രാ എന്ന് അവിടെ ഉണ്ട് അല്ലെ. അപ്പോൾ ബാക്കി ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം മാത്രം നമ്മൾ അവിടെ എഴുതിയാൽ മതി. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? കരടിയാണ് അല്ലെ. കരടി നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇതാ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്ന് മൂളും ഞാൻ രാത്രിയിലാണ് സഞ്ചാരം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൂളുന്ന ഒരാളെ പറ്റിയാണ് അല്ലെ. ആറാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ അതില് രണ്ടാമത്തെ അക്ഷരം അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരം മാത്രം നമ്മൾ എഴുതിയാൽ മതി. എന്താണ്? നമ്മുടെ സ്വന്തം മൂങ്ങയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കി, എല്ലാ ജീവികളുടെയും പേരുകളായി നമ്മുടെ പദപ്രശ്നം നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. അപ്പൊ രസകരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. മക്കൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലെയുള്ള പദപ്രശ്നങ്ങളൊക്കെ ചെയ്ത് ശീലിക്കുകയും കൂടെ ചെയ്യുക. ഇനിയും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.